റുപ്പി ബാങ്കിൻ്റെ ചാനൽ കാണുന്ന മിക്കവാറും ആളുകൾ റിട്ടയർമെൻറ്റ് എന്നുള്ള ഒരു കാര്യം അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അത് എളുപ്പത്തിൽ എങ്ങനെ അച്ചീവ് ചെയ്യാം, വളരെ നല്ല രീതിയിൽ റിട്ടയർമെൻറ്റ് എങ്ങനെ നടത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കാണാൻ വരുന്നവരാണ്. അത് മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യുന്ന മിക്കവാറും ആളുകൾക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ട്, റുപ്പി ബാങ്കുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. റിട്ടയർമെൻറ്റ് പലർക്കും ഒരു സ്വപ്നമാണ്. പക്ഷേ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നവർ മാത്രമേ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത് വിജയകരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂട്ടൊക്കെ വളരെ അബദ്ധമായിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ് മെത്തേഡാണ്. കാരണം എന്താ, ഓരോ വർഷം കഴിയുന്തോറും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്. അതേസമയം തന്നെ ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ ആവശ്യങ്ങളുടെ വില കൂടിയും കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം 7% ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംഗതി അടുത്ത വർഷം കിട്ടുന്നതിനായിട്ട് 107 രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സേഫ്റ്റിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6.25% സാധാരണ അത്യാവശ്യം നല്ല ബാങ്കുകളിൽ ഒരു വർഷത്തേക്കൊക്കെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്ന് 100 രൂപ ഇട്ടിട്ട് അടുത്ത വർഷം എനിക്ക് കിട്ടുന്നത് 106.25 രൂപ. പക്ഷേ ഞാൻ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം കിട്ടുന്നതിനായിട്ട് എനിക്ക് 107 രൂപ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ എൻ്റെ ബൈയിങ് പവർ കുറഞ്ഞു വരികയാണ് ഓരോ വർഷം കഴിയുന്നതോറും. അത് നമ്മളുടെ റിട്ടയർമെൻറ്റിൻ്റെ ക്വാളിറ്റിയെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള റെൻറ്റ് മാത്രം ഉപയോഗിച്ച് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നവർ വളരെ വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഓൾട്ടർനേറ്റീവ് മാത്രം ഉപയോഗിച്ചല്ല നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. റിട്ടയർമെൻറ്റ് കിറ്റി അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാവണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജുമോൻ 48 വയസ്സുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അത്യാവശ്യം നല്ല ഇൻകം ഉണ്ട്, സെറ്റിലായിട്ടുള്ള ജീവിതമാണ്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇനി ആകെയുള്ള ഒരു കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു കടമ്പയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും ബാങ്കിൽ പോയിട്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പുതുക്കാനോ അതിൽ നിന്ന് പൈസ എടുക്കാനോ ഒക്കെ പോകുമ്പോൾ ബാങ്കുകാർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഈ കൊല്ലം ഇത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയ സമയത്ത് 15ഉം 14ഉം ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്നിപ്പോൾ 6.25, 6.25 ഒക്കെയാണ് ആകെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശ ഓരോ വർഷം കഴിയുന്നവരും കുറഞ്ഞു വരികയാണ്. അതേസമയം വിലവർധന ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് അടുത്ത് എത്തുമ്പോൾ നമ്മൾക്ക് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ ആ സേഫ്റ്റിയുടെ ഒപ്പം കുറച്ച് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചും കൂടെ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറഞ്ഞു കൊടുത്തത്. നമ്മളുടെ സേഫ്റ്റി വളരെയധികം കോംപ്രമൈസ് ചെയ്യാതെ, വളരെ കുറച്ച് മാത്രം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ 1-2% ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു തരം മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഏരിയയിലുണ്ട്. അതിനെ പറയുന്നത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നാണ് പറയുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കണം, ആരുപയോഗിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നാണ്. ഇത് താല്പര്യപ്പെടുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതേപോലുള്ള പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തു വെച്ചു. രാജ്മോൻ്റെ ആകെയുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ റിട്ടയർമെൻറ്റ് കാര്യത്തിനായിട്ട് വേണം. പക്ഷേ അത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതായത് സുരക്ഷയും വളർച്ചയും ചേർന്നിട്ടുള്ള ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളായിരിക്കാം അദ്ദേഹത്തിന് ഗുണകരമായിരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചത്. മിക്കവാറും ഈ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ 8 മുതൽ 10% വരെയൊക്കെ ആവറേജ് റിട്ടേൺ തന്ന് കണ്ടിട്ടുണ്ട്. ആദ്യമേ മനസ്സിലാക്കുക, മുൻപ് ഏത് മ്യൂച്വൽ ഫണ്ടിലായാലും ലഭിച്ചിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഭാവിയിൽ കിട്ടാൻ പോകുന്ന റിട്ടേണിന് യാതൊരുവിധ സൂചകവുമല്ല. പക്ഷേ ഞാനൊരു കണക്ക് നിങ്ങളോട് പറഞ്ഞു തന്നു മാത്രം. ഈ ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന 100 രൂപയിൽ ഒരു 75 രൂപ മുതൽ 85 രൂപ വരെയൊക്കെ ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ മുതലായുള്ള സംഗതികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 75,000 രൂപ റിലയൻസിൻ്റെ ബോണ്ടോ അല്ലെങ്കിൽ L&Tയുടെ ബോണ്ടോ ടാറ്റയുടെ ബോണ്ടോ അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ സേഫായിട്ടുള്ള ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. ബാക്കി ഒരു 15 മുതൽ 25% വരെ ഇക്വിറ്റി അധിഷ്ഠിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ, അതായത് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ETF പോലുള്ള താരതമ്യേന സേഫായിട്ടുള്ള ലോങ്
ലാർജ് ക്യാപ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ് നിക്ഷേപിക്കുന്നത്. അത് നിക്ഷേപിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു ഉയർന്ന പലിശ താരതമ്യേന കുറഞ്ഞ റിസ്കിൽ കിട്ടുന്നതിനായിട്ടാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന 100 രൂപയിൽ വെറും 15 മുതൽ 25 രൂപ വരെയൊക്കെയാണ് റിസ്ക് എടുക്കാൻ ഉപയോഗിക്കുന്നത്. ബാക്കി 75 രൂപയും സേഫായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് റിസ്ക് താരതമ്യേന കുറവും റിട്ടേൺ സാധാരണയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളും മിഡ് ക്യാപ് ഫണ്ടുകളും ഒക്കെ വളരെ വലിയ രീതിയിൽ താഴ്ന്നതായിട്ട് കണ്ടിട്ടാവും. പക്ഷേ ഈ ഫണ്ടുകളിൽ അത്തരമൊരു താഴ്ച ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ 3/4 എമൗണ്ടും സേഫാണ്. ബാക്കി 1/4 എമൗണ്ട് മാത്രമേ സേഫ്റ്റി കുറഞ്ഞിട്ടുള്ള സംഗതികളിൽ നിക്ഷേപിക്കുന്നുള്ളൂ. അതേസമയം തന്നെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുമ്പോൾ കിട്ടുന്ന ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ കിട്ടാനായിട്ട് ഈ സേഫ്റ്റി കുറഞ്ഞ ഭാഗത്തിടുന്ന ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും ETF-കളിലും നിക്ഷേപം അതിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഡെറ്റിൻ്റെയും ഒരു ഇക്വിറ്റിയുടെയും ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഫണ്ടാണ് ഈ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത റിട്ടയർമെൻറ്റ് പോലെ വളരെ അടുത്ത റിട്ടയർമെൻറ്റ് പോലെയുള്ള ഗോളുകളുള്ള ആളുകൾക്ക് ഇത്തരം ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. റിട്ടയർമെൻറ്റ് കുറേ അകലെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകൾ നിങ്ങൾക്ക് യോജിക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ അകലെയാണെങ്കിൽ ഈ ഫണ്ട് നിങ്ങൾക്ക് യോജിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഗോളുകൾ അടുത്ത് വന്നു, നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, സ്റ്റോക്ക് മാർക്കറ്റ് താഴുന്നത് കണ്ടാൽ നമുക്ക് പേടി വരും എന്നുള്ള തരത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകളിൽ ഇടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിന് താരതമ്യേന കുറഞ്ഞ റിസ്ക് എടുത്ത് കൂടിയ റിട്ടേൺ തരാൻ പറ്റുന്ന സംഗതിയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതേസമയം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസ്ക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുതിയ ടാക്സ് നിയമങ്ങളനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മളുടെ മറ്റെല്ലാ ഇൻകത്തോടു കൂടി കൂട്ടുകയും നമ്മളുടെ ടാക്സ് ലാബിനനുസരിച്ച് അത് ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ഒരു ഉയർന്ന ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 30% വരെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഗോളുകൾക്കനുസരിച്ച് നിക്ഷേപിക്കുന്നതിനായിട്ട് ഈ ഫണ്ടുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇത്തരം ഫണ്ടുകളിൽ SWP ചെയ്യുക വഴിയാണ് ആളുകൾ അതിൽ നിന്ന് പണം പിൻവലിക്കുക. SWP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഫണ്ടിൽ ഇപ്പോൾ 1 കോടി രൂപ ഇട്ടിട്ട് ഓരോ മാസവും അതിൽ നിന്ന് ഒരു 60,000 രൂപയോ 70,000 രൂപയോ നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന രീതിയാണ് SWP എന്ന് പറയുക. അതിനെ പറ്റിയിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കുകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണം റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനോ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് പ്ലാനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.